സഞ്ജു സാംസൺ 2020 ടീമിൽ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിന ടീമിനെ രോഹിത് ശർമ്മയും 2020 ടീമിനെ സൂര്യകുമാർ യാദവും നയിക്കും. 2020 ടീമിൽ ഇടം നേടി സഞ്ജു സാംസൺ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. ദുരിതം വിതച്ച് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. പാലക്കാട് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് കുട്ടികൾക്ക് പരിക്ക്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വിധം ഫലം പ്രസിദ്ധീകരിക്കണം. വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് തെളിഞ്ഞാൽ മാത്രം പുനഃപരീക്ഷ. കേസിൽ തിങ്കളാഴ്ച വാദം തുടരും. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ടണൽ ശുചീകരിക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെടും. ആമഴിഞ്ഞാൻ വിഷയത്തിൽ കോർപ്പറേഷനിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. കുഫോസ് വിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. തുടർ നടപടികൾക്കും 1 മാസത്തെ സ്റ്റേ. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. പാളം തെറ്റിയത് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 4 ബോഗികൾ. യോഗി ആദിത്യനാഥ് അപകട സ്ഥലത്ത്. ഉത്തർപ്രദേശ് ബിജെപി ഘടകത്തിലെ ഭിന്നത അതിരൂക്ഷം. പ്രശ്നപരിഹാരത്തിന് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യത. പാർട്ടി സംസ്ഥാന ഘടകത്തിലും അഴിച്ചുപണിക്ക് നീക്കം. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ച് സൈന്യം. ഏറ്റുമുട്ടൽ കുപ്വാരയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം. കാരണം വീട്ടിൽ വന്നപ്പം ശരിക്കും ഞാൻ കണ്ടു എന്റെ എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു നേതാവ് കിട്ടാൻ എളുപ്പമല്ല. ഉമ്മൻചാണ്ടിയെ പോലെ ആരെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിന് മുമ്പും ഏറ്റെടുത്തിട്ടില്ല, അതിന് ശേഷവും ഏറ്റെടുക്കില്ല. 1-ാം ഓർമ്മദിനത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കേരളം. പുതുപ്പള്ളിയിലേക്ക് അണമുറിയാത്ത പ്രവാഹം. സമാനതകളില്ലാത്ത നേതാവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യഥാർത്ഥ ജനകീയ നേതാവെന്ന് രാഹുൽ ഗാന്ധി. വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാത്തതിൽ പരാതിയില്ലെന്ന് കുടുംബം. എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ സർക്കാരിനോട്. ഈ പേര് പറയാത്തതിലൂടെ വലിയ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയും പേര് പറയരുത്. ഡോക്ടർ MS വല്യത്താന് ആദരാഞ്ജലി. അന്ത്യം മണിപ്പാലിലെ ആശുപത്രിയിൽ. വിടവാങ്ങിയത് രാജ്യത്തെ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ പ്രതിയുടെ വധശിക്ഷയ്ക്ക് സ്റ്റേ. സുപ്രീം കോടതിയാണ് ആമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഏത് വാദത്തിന് പുറത്താണ് സ്റ്റേ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അപർണ, ഹൈക്കോടതി വിധിയിൽ സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമീറുൽ ഇസ്ലാം ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത്. പരിഗണിച്ചതിന് ഉടൻ തന്നെ വധശിക്ഷ ഹൈക്കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ആ വധശിക്ഷയിൽ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഞെട്ടിച്ച ആ
പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കോടതി എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മനഃശാസ്ത്ര റിപ്പോർട്ട്, അമിറുൽ ഇസ്ലാമിന്റെ മനഃശാസ്ത്ര റിപ്പോർട്ട് പരിശോധിക്കണം. ഒപ്പം തന്നെ ജയിലിലെ അയാളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സ്റ്റേ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അതായത് വധശിക്ഷ വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകത്തിന്, ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്ത സംഭവത്തിലെ പ്രതിയുടെ വധശിക്ഷ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത്, പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയത്ത് എത്തി അമിറുൽ ഇസ്ലാം ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വളരെ മൃഗീയമായ തരത്തിൽ ആ മൃതദേഹത്തെ വൈകൃതമാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ പെരുമ്പാവൂർ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്, വിചാരണ കോടതി. അതിനുശേഷം അമിറുൽ ഇസ്ലാമിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരാണ് ഹാജരായിരുന്നത്. ഇതെല്ലാം തന്നെ വലിയ കോളിളക്കമുണ്ടാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിഗണിച്ചു. ഹൈക്കോടതി റിപ്പോർട്ട് പരിഗണിച്ചപ്പോൾ വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് അമിറുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ അമിറുൽ ഇസ്ലാമിന് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ അപ്പീലിൽ, അമിറുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ വിധി വരുന്നതുവരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കേരളം കണ്ട ഏറ്റവും നിയമപരമായിട്ടുള്ള വശങ്ങൾ ഏത് തരത്തിലാണ് ഇനി മറുഭാഗത്ത് നിന്ന് ഉള്ള നിയമ നീക്കങ്ങൾ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇത് ഒരുപാട് നേരത്തെയാണ് ചോദിക്കുന്നത്. എങ്കിൽ പോലും വധശിക്ഷ ഭരണഘടനാപരമായിട്ട് അത് വധശിക്ഷയുടെ ഭരണഘടനാപരമായ ഒരു സാധുതയെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ അമിറുൽ ഇസ്ലാം ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി, നീതിന്യായ കോടതി അത് കൃത്യമായി പരിശോധിച്ചിട്ടുമുണ്ടാകും. അപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് വാദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ, അങ്ങനെ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് കടന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സ്റ്റേ വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു വകുപ്പുണ്ടോ? നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അപർണ, സ്വാഭാവികമായും ഈ കേസിൽ ഇനി സർക്കാരിന്റെ നിലപാടാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ സ്വാഭാവികമായും പറയുക ഇതിൽ ഇരയ്ക്കൊപ്പം നിൽക്കും എന്ന നിലപാട് തന്നെയായിരിക്കും. എല്ലാവിധ സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസുകളിലെല്ലാം തന്നെ സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന സ്ഥിതിഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ഈ സ്റ്റേ ഇളവ് ചെയ്യണം, സ്റ്റേ മാറ്റിത്തരണം എന്ന് പറഞ്ഞ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ആ സമയത്ത് TN സെൻകുമാർ ആയിരുന്നു DGP ആയിരുന്നത്. അദ്ദേഹമാണ് ഈ ഉത്തരവിട്ടത്. ആ സമയത്ത് ആ കേസുമായി ബന്ധപ്പെട്ട ചില പിഴവുകൾ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു TP സെൻകുമാറിനെ പിന്നെ ആ സ്ഥാനത്ത് നിന്ന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും മറ്റും ചെയ്തത്. അതിനുശേഷം ഇതിൽ വിചാരണ നടന്നു. വലിയ തോതിലുള്ള വിചാരണ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടന്നു. ഈ വിചാരണയിലാണ് വധശിക്ഷ നൽകിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു, വിചാരണ കോടതി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അമിറുൽ ഇസ്ലാമിന്, ബംഗാൾ സ്വദേശിയാണ്, അമിറുൽ ഇസ്ലാമിന് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആ വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അമിറുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ വധശിക്ഷ, താൻ ഈ പെൺകുട്ടിയെ, നിയമ വിദ്യാർത്ഥിനിയെ താൻ കൊല ചെയ്തിട്ടില്ല, തൻ്റെ കൈവശം ആവശ്യത്തിന് തെളിവുകൾ, അത് തെളിയിക്കാനുള്ള ആവശ്യത്തിന് തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്, അതുകൊണ്ട് തന്റെ വധശിക്ഷ റദ്ദാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമിറുൽ ഇസ്ലാം കഴിഞ്ഞ ദിവസം ഇടപെടുന്നു. സുബി, ജസ്റ്റിസ് ഖമർ പാഷ നമുക്കൊപ്പം ചേരുന്നു. സർ, വധശിക്ഷയ്ക്ക് അമിറുൽ ഇസ്ലാമിന്
പറഞ്ഞ വധശിക്ഷയ്ക്ക് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം, അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം, ബലാത്സംഗം, ഇതിനെല്ലാം ഒടുവിലാണല്ലോ വധശിക്ഷയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ സാധുത കൂടി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് പെട്ടെന്ന് കടക്കാൻ കഴിയുക, അല്ലേ? അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും തെറ്റിദ്ധാരണയാണ് ഇതിനെ കുറിച്ചുള്ളത്. അതായത് നേരത്തെ ഉള്ള CRPC 366 വകുപ്പ് അനുസരിച്ച് ഈ വധശിക്ഷ സെഷൻസ് കോടതി കൊടുക്കുന്നതിന്റെ സബ്ജക്ട് ടു കൺഫർമേഷൻ ബൈ ഹൈക്കോർട്ടാണ്. സബ്ജക്ട് ടു കൺഫർമേഷൻ. അപ്പൊ കൺഫർമേഷൻ കൊടുത്താലേ അതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ആകുന്നുള്ളൂ. ആ ജഡ്ജ്മെന്റിൽ നിന്ന് സുപ്രീം കോടതിയിലേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഹൈക്കോടതി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് അപ്പീൽ എന്നുള്ള നില ഉള്ളൂ അതിന് വരുന്നത്. സാധാരണഗതിയിൽ അത് സുപ്രീം കോടതി അത് വിലയിരുത്തണം, അത് നോക്കണം. അപ്പൊ അത് നോക്കേണ്ടത് ഏതാണെന്നറിയോ? അതായത് ഇയാള് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. കുറ്റക്കാരനാണെന്ന് കണ്ടതിന് വലിയ പ്രസക്തി ഇല്ല, കാരണം 2 കൺകറന്റ് ഫൈൻഡിങ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് പക്ഷേ ശിക്ഷ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫൈൻഡിങ്ങേ ഉണ്ടായിട്ടുള്ളൂ, സെക്കൻഡ് ഫൈൻഡിങ് വേണം. അപ്പൊ അതിനാണ് ഈ സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി അതിന്റെ ഫൈൻഡിങ് വരുന്നത് വരെ അത് സ്റ്റേ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധാരണ നടപടിക്രമം എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നുമില്ല. പക്ഷേ സാർ, അപ്പോഴും ഈ ഭരണഘടനാപരമായിട്ടുള്ള സാധുത അത് ചോദ്യം ചെയ്തുകൊണ്ട് കൂടിയാണല്ലോ ഹർജി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര വധശിക്ഷകൾ നടപ്പാക്കിയിട്ടുണ്ട്, ഇപ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് കോ എന്താണ് എന്നുള്ള വിഷയമൊക്കെ സുപ്രീം കോടതി ഗഹനമായിട്ട് പരിശോധിക്കില്ലേ? ഭരണഘടനാ സാധുതയൊന്നും ഇനി നോക്കേണ്ട കാര്യമുള്ളതല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, അതായത് വളരെ ഒരു വലിയ ബെഞ്ച് പരിശോധിച്ചാണ് ബച്ചൻ സിംഗ് കേസിൽ 1983. അതുകൊണ്ട് ഇനി അത് രണ്ടാമത് അഴിച്ച് പരിശോധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് ഭരണഘടനാ സാധുത ഉള്ളതാണെന്ന് കണ്ടിട്ടുള്ളതാണ്. ഇനി അതിനകത്ത് ഇപ്പൊ നോക്കാനുള്ളത് ഭരണഘടനാ സാധുതയല്ല നോക്കേണ്ടത്. ഇപ്പൊ നോക്കാനുള്ളത് ഇതിനകത്ത്, അതായത് ഇത് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ളത് നോക്കണം. അപൂർവങ്ങളിൽ അത്യപൂർവമാണോ എന്ന് നോക്കുക എന്നുള്ളതല്ലാതെ വേറെ നടപടിക്രമങ്ങളൊന്നുമില്ല. അതിന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഉണ്ടോ? ഇനി ഇവന്റെ മാനസിക സ്ഥിതി എന്താണ്? ഇവൻ മാനസിക രോഗി വല്ലതാണോ? പിന്നെ ഇവന്റെ ജയിലിലെ പെരുമാറ്റമോ അല്ലെങ്കിൽ അതൊക്കെ സബ്സിക്വന്റ് കോണ്ടക്ട് അല്ലേ? അതിന് മുമ്പ് അവൻ ജയിലിലല്ലല്ലോ. ജയിലിലെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, ഇനി ഇവന്റെ മാനസിക സ്ഥിതി എങ്ങനെയാണെന്നും യഥാർത്ഥത്തിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല. അത് എന്തിനു നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വലിയ ഉത്തരവില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആവും. കാരണം ഇൻസാനിറ്റി പോലും മെഡിക്കൽ ഇൻസാനിറ്റി അല്ല, ലീഗൽ ഇൻസാനിറ്റിയാണ്. അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദ ഓഫൻസ് വെദർ ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ആക്ട്. അതാ നോക്കേണ്ടത്. അല്ലാതെ അതിന് ശേഷം അവൻ മാനസിക രോഗിയാണോ അതിന് മുമ്പ് മാനസിക രോഗിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല. പിന്നെ ഇത് എന്തിനു നോക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല. തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ജസ്റ്റിസ് കമൽ പാഷ. കാരണം സമൂഹ മനസാക്ഷി എന്ത് ചിന്തിക്കുന്നു, പക്ഷേ അതേത് തരമാണ് നിയമപരമായിട്ട് നടപ്പിലാകുന്നത് എന്നുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. തീർച്ചയായും ദയവായി ഒരല്പസമയം കൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ഓക്കെ, ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹമാണ് പ്രതികരിച്ചത്. അദ്ദേഹം അതിൽ കൂടുതൽ ഇപ്പോൾ അഭിഭാഷകൻ BA ആളൂരും നമുക്കൊപ്പം ചേരുന്നു. BA ആളൂർ, നേരത്തെ അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകനായിരുന്ന ഒരാൾ, അന്ന് താങ്കൾ ആ കേസ് ഏറ്റെടുക്കുന്നത് വലിയ തരത്തിലുള്ള വാർത്താ പ്രാധാന്യത്തിനൊക്കെ വഴിവെച്ചിരുന്നു. അത് ഏത് തരത്തിലുള്ള ഒരു മോട്ടീവ് കൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേയിലേക്ക് സുപ്രീം കോടതി പോകുമ്പോൾ അത് നേരത്തെ ജസ്റ്റിസ് കമൽ പാഷ പറഞ്ഞതുപോലെ അതൊരു താൽക്കാലിക സ്റ്റേ ആണ്. ഇനി പരിശോധിക്കാനുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണോ ഈ കേസ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ലീഗലി? നോക്കൂ, ഇതിനേക്കാൾ പ്രമാദമായ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നതാണ്. ആ കേസിൽ ഹൈക്കോടതിയിലെ വിധി നിങ്ങൾക്കറിയാവുന്ന ആണ്. സൗമ്യ മർഡർ കേസ്. അതിൽ ഗോവിന്ദസ്വാമിയെ തൂക്കിക്കൊല്ലണമെന്ന് വിധിച്ച ഒരു ജസ്റ്റിസാണ് ഈ ജസ്റ്റിസ് കമൽ പാഷ. അദ്ദേഹത്തിന്റെ വിധിന്യായമാണ് സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞത് ഒരാളെ തൂക്കിക്കൊല്ലാൻ 100% 101% തെളിവുകൾ വേണമെന്ന്. ഇന്ന് ഈ വധശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടി. അതേപോലെ തന്നെയാണ് ഗോവിന്ദസ്വാമിക്കും വധശിക്ഷയിലെ അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ഓണറബിൾ സുപ്രീം കോടതിയിലെ രഞ്ജന ദേശായി പറഞ്ഞത് തൂക്കിക്കൊല്ലാൻ ഞാൻ സ്റ്റേ അനുവദിക്കുന്നു,
അപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞതല്ല, അങ്ങനെ പാടില്ല, ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലണമെന്ന്. അപ്പോൾ ജസ്റ്റിസ് രഞ്ജന ദേശായി അവർക്ക് പറഞ്ഞത്, ഇത് സുപ്രീം കോടതിയാണ്, ഇതിൽ ഒരു കാരണവശാലും പെട്ടെന്ന് തൂക്കിക്കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല എല്ലാ വശങ്ങളും സുപ്രീം കോടതി പഠിച്ചു മനസ്സിലാക്കി ഒരാളുടെ ശിക്ഷ എന്താണ് എന്ന് വിധിക്കും. ഇപ്പോൾ ജസ്റ്റിസ് കമൽ പാഷ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനാണ് ഈ ജയിൽ എന്നുള്ളത്. ഈ പറയുന്ന പ്രതി എന്നു മുതലാണ് അറസ്റ്റ് ചെയ്തത് അന്നു മുതൽ ജയിലിൽ കിടക്കുകയാണ്. ഈ ജയിൽ എന്ന് പറയുന്നത് കറക്റ്റ്നെസ്സിന് വേണ്ടിയുള്ള സ്ഥലമാണ്, അല്ലാതെ ഒരാളെ വീണ്ടും കുറ്റവാളിയാക്കാനായിട്ട് അല്ല ഒരു ജയിൽ എന്ന് പറയുന്നത്. ഈ ജയിലിന്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഓരോ വ്യക്തികൾക്കും പരിവർത്തനം നടത്താനുള്ള പരിവർത്തന കേന്ദ്രമായിട്ടാണ് ജയിലിനെ മാറ്റുന്നത്. ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കുന്നത് അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അല്ലാതെ ജയിലിൽ അയാൾ വീണ്ടും കുറ്റവാളിയാക്കി വീണ്ടും കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനല്ല ജയിൽ നിവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജയിൽ നിവാസത്തിനിടയിലെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, പ്രതി ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, അയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ, അയാളുടെ സ്വഭാവം എന്താണ്, സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കണം. അതിനാണ് 2011-12 കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട 22 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധിന്യായം ഇറക്കിയത്. ആ വിധിന്യായത്തിൽ പറയുന്നത് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിനേക്കാൾ മുൻപ് ഒരു അന്വേഷണം നടത്തണം. ഈ അമീറുൽ ഇസ്ലാമിന്റെ കാര്യത്തില് അങ്ങനെ ഒരു അന്വേഷണം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ സാഹചര്യങ്ങൾ, എങ്ങനെ അയാൾ പ്രതിയായി, എന്തുകൊണ്ട് പ്രതിയാക്കി, അതിന്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ കൺഫർമേഷന് മുമ്പ് ഒരു അന്വേഷണം നടത്തണമായിരുന്നു. അങ്ങനെ അന്വേഷണം നടത്തി ഇത് ഒരു 5 കേസുകളിലെ ഒരു കോമൺ അന്വേഷണം നടത്തി. അതില് ഈ പറയുന്ന ഓരോ വ്യക്തികളുടെയും വീട്ടിൽ പോയിട്ട് അന്വേഷണം നടത്താനായിട്ട് ഒരു പക്ഷേ അവിടെ ആ ഹൈക്കോടതികളുടെ, ഇത് കേരള ഹൈക്കോടതി ആണെങ്കിൽ മറ്റു ഹൈക്കോടതികളും ഇങ്ങനെ തന്നെയാണ്, ആ ഹൈക്കോടതിയില് ഏൽപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വ്യക്തികളോ ഈ അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ ജസ്റ്റിസോ ആരാണ് ആ കമ്മീഷനെങ്കിൽ ആ കമ്മീഷൻ പോയി കൃത്യമായിട്ട് അന്വേഷണം നടത്തിയില്ല എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ്നെസ് ആകാനായിട്ട് ജീവിതത്തിന്റെ അതെ ശ്രീ ബി എ ആളൂര്, ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ടല്ലോ സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുന്നു. നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേ വന്നിരിക്കുന്നു. പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാത്രമാണ് ഇനി സുപ്രീം കോടതി കടക്കുക. അതല്ലാതെ ഒരു പുനരന്വേഷണത്തിനുള്ള ഒരു സാധ്യത എവിടെയുമില്ല. സ്വാഭാവികമായിട്ടും ഈ 2 കാര്യമാണ് കോടതിയുടെ മുന്നിലെ. ഒന്ന്, കൊണ്ടുവന്ന തെളിവുകൾ പര്യാപ്തമാണോ പ്രതിയെ ശിക്ഷിക്കാൻ. അങ്ങനെ പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമോ അല്ലെങ്കിൽ കുറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതിയെ. ജനറൽ ആയിട്ട് വരുന്ന കേസുകളിലെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന അല്ലെങ്കിൽ തൂക്കുകയറുള്ള ഡെത്ത് പെനാൽറ്റി കേസുകളിലെ അതിന്റെ ശിക്ഷ കുറച്ച് അതിന് ജീവപര്യന്തമാക്കുന്നു. അതാണ് ജനറൽ നടക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആദ്യം മുതൽ അവസാനം വരെയുള്ള അന്വേഷണത്തിന്റെ ഒരു മികവ് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും യാതൊരു തെളിവുകളും ഈ പറയുന്ന പ്രതിക്കെതിരെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ കേസിൽ പ്രതിക്കെതിരെയുള്ള 302 വകുപ്പ് നിലനിൽക്കില്ല. അതുപോലെ തന്നെ റേപ്പ് പോലും നിലനിൽക്കില്ല. ലാസ്റ്റ് സീറ്റ് ടുഗദർ ഈ പറയുന്ന സംഭവ സ്ഥലത്ത് പ്രതി ഉണ്ടായിരുന്നോ എന്നുള്ളത് തെളിയിക്കാൻ പോലും പ്രോസിക്യൂഷന് സാധിച്ചില്ല. അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട വാദവും, അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട അപ്പീലിലെ വാദവും. ഈ വാദങ്ങൾ രണ്ടും വീണ്ടും റീകൺസിഡർ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തോന്നി ഈ ശിക്ഷ കുറയ്ക്കാൻ പാടില്ല, കൺഫേം ചെയ്യണമെന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ചിന്റെ മുന്നിൽ ഈ പറയുന്ന വിധിന്യായം വീണ്ടും പരിശോധിക്കുമ്പോൾ, അത് മുടിനാരിയുടെ കീറി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൺക്ലൂഷനിലെത്തും 3-0 തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ശ്രീ അഡ്വക്കേറ്റ് ബി എ ആളൂര്, താങ്കൾ അമീറുൽ ഇസ്ലാമിന്റെ ആയിരുന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ സമൂഹ മനസാക്ഷി മുഴുവൻ ഞെട്ടി നിൽക്കുന്ന സമയങ്ങളിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രതികളുടെ അഭിഭാഷകനാകുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതിന്റെ മോട്ടീവ് എന്താണെന്ന് നമുക്കിപ്പോഴും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ സ്വാഭാവികമായി വളരെ റയറസ്റ്റ് കേസുകളിൽ മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു
ആ ഒരു കൺസേൺ ഇതിനകത്ത് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. താങ്കൾ ഈ പറയുന്ന ഒരു കേസിന്റെ മെറിറ്റിന് അപ്പുറത്തേക്ക് അല്ല, താങ്കൾ പറഞ്ഞത് കേസിന്റെ മെറിറ്റാണ്. ഞാൻ ചോദിക്കുന്നത് ആ ഒരു കൺസേൺ ആയിരിക്കും കൂടുതൽ പരിശോധിക്കാൻ സാധ്യത, അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? ഞാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ അവരുടെ വാക്കുകളാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം 2020-21 കാലഘട്ടത്തിൽ മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ ഇറക്കിയിരുന്നു. ആ ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ലോക രാജ്യങ്ങളിലെ 75% രാജ്യങ്ങളിലും വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ വധശിക്ഷ റദ്ദാക്കിക്കൂടാ? അതിന് കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റുകളും പറയുന്നത് റെയർ ആൻഡ് റെയറസ്റ്റ് എങ്ങനെ കണക്കാക്കണം, ആ കണക്കാക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു കേസില് വധശിക്ഷ വിധിക്കുക എന്നുള്ളതും വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതും തീർത്തും അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഈ പറയുന്ന മാധ്യമത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് വധശിക്ഷ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് സമ്മതിക്കുന്നു അഡ്വക്കേറ്റ് ബി ആളൂര്, അത് സമ്മതിക്കുന്നു. ഏത് പ്രതിക്കൊപ്പമാണ് അഭിഭാഷകൻ നിൽക്കുന്നത്, അയാളുടെ വാദമാണ് അഭിഭാഷകൻ അംഗീകരിക്കേണ്ടത്, ഉയർത്തി പറയേണ്ടതൊക്കെ സമ്മതിക്കാം. പക്ഷേ സമൂഹ മനസാക്ഷി എന്താഗ്രഹിക്കുന്നു അതാണ് നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത്. ആ വിഷയം ഞാൻ പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞാലും അത് കോടതി അലക്ഷ്യമാവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഞാൻ കോടതി അലക്ഷ്യത്തെയല്ല ഞാൻ കാണുന്നത്. ഞാൻ പറയുന്നു, നോക്കൂ, ഇപ്പോൾ ഇവിടെ മാന്നാറിൽ ഒരു അപകടം നടന്നു, ഒരു കൊലപാതകം നടന്നു. കൊലപാതകം നടന്ന് അന്ന് കാലത്ത് തന്നെ ആ കൊലപാതകം നടത്തിയ 1-ാം പ്രതിയുടെ മകൻ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്റെ അടുത്തേക്ക് ആരേത് സമയത്ത് വരുന്നു എന്നുള്ളത് അൺഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു വ്യക്തി എന്നെ സമീപിക്കുമ്പോൾ ആ വ്യക്തിക്ക് നീതി നടപ്പാക്കുക എന്ന ഒരു വലിയ ചുമതലയാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ ജസ്റ്റിസ് കമൽ പാഷ അവർ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, അയാളുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങള് ഇന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ഡെത്ത് പെനാൽറ്റി പല കേസുകളിലും ഒഴിവാക്കണം. ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി കൊടുത്ത ഒരു ജഡ്ജി ആയിരുന്നു ഈ പറയുന്ന കമാൽ പാഷ. നടത്തിയ കേസുകളിൽ പലതിലും അതെങ്ങനെ കൊടുത്തു, എന്തിനു കൊടുത്തു, അതിനുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള പ്രതിക്കെതിരെയുള്ള തെളിവുകൾ വളരെ 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 ചെറിയ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. അല്ല, ഞാനൊരു ലീഗലി ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി ഇങ്ങനെ ഒരു സ്റ്റേ കൊണ്ടുവരുമ്പോൾ സുപ്രീം കോടതി പരിശോധിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ്? ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി ഇന്ത്യയിൽ അത് അഭിലഷണീയമായ ഒരു കാര്യമല്ല എന്നുള്ള നമ്മുടെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതാണ് പരിശോധിക്കുന്നത്? അതോ ഈ കേസിന്റെ അന്വേഷണം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ, താങ്കൾ ആരോപിക്കുന്നത് പോലെ ഈ കേസ് അന്വേഷണം പോലും വഴിതിരിച്ചു വിടുകയായിരുന്നു എന്നുള്ളൊരു കാര്യം അന്വേഷിക്കാൻ സുപ്രീം കോടതി പക്ഷെ പറയുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. ആ തെളിവുകൾ എന്താണെന്ന് നോക്കും. എങ്ങനെയാണ് ഒരു കോടതി ഡെത്ത് പെനാൽറ്റിയുടെ കൺക്ലൂഷനിൽ എത്തിയത് എന്ന് നോക്കും. അതിനുള്ള തെളിവുകൾ എന്താണെന്ന് നോക്കും. ഗോവിന്ദസ്വാമിയുടെ കേസ് നിങ്ങൾ കണ്ടതല്ലേ, അപ്പുറത്ത് ചാടി പോകുന്നത് കണ്ടു എന്ന് ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പ്രതി ഉണ്ടായിരുന്നു എന്നാണ്, വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളാണ് കൊലപാതകം നടത്തിയത്, അയാളാണ് ഈ കാര്യങ്ങൾ എന്നോട് വന്നു പറഞ്ഞത് എന്ന് ഈ പ്രതി, അതായത് വധശിക്ഷ സ്റ്റേ ചെയ്യുകയല്ല റദ്ദാക്കുക തന്നെ ചെയ്യും സുപ്രീം കോടതി എന്നാണ് താങ്കൾ പറയുന്നത്. സ്റ്റേ ചെയ്തത് റദ്ദാക്കുന്നതിന്റെ അടുത്തേക്കുള്ള ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണെന്ന് അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്, ഓക്കെ. അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് പ്രതികരിച്ചത്. ഈ സുപ്രീം കോടതിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്യൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ,
പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം, ബലാത്സംഗത്തെ തുടർന്നുണ്ടായ കൊലപാതകം, വധശിക്ഷ അമീറുൽ ഇസ്ലാമിന് വിധിച്ചിരുന്നു. ആ വധശിക്ഷയിൽ അപ്പീൽ പോകുമ്പോൾ അപ്പീൽ പോയി അമീറുൽ ഇസ്ലാം അപ്പീൽ പോയിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി അതിന് സ്റ്റേ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു താൽക്കാലിക സ്റ്റേ മാത്രം എന്നാണോ താങ്കൾ കരുതുന്നത്, അതോ ഒരു ഡെത്ത് പെനാൽറ്റി എന്നുള്ള ഒരു ശിക്ഷ തന്നെ വളരെ കുറച്ച് നടപ്പാക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്യപൂർവമായി മാത്രം നടപ്പാക്കിയിട്ടുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ ആ സ്റ്റേ കൂടുതൽ ശക്തമായി വധശിക്ഷ തന്നെ റദ്ദാക്കാനുള്ള ഒരു സാധ്യതയുടെ സൂചനയാണ് ഈ സ്റ്റേ, അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, നമ്മളെ ആകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിയാമല്ലോ, ഒരു വളരെ വിചിത്രമായ പ്രത്യേകതയുള്ള ഒരു കേസാണിത്. അത്തരം കേസുകളിൽ വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് പൊതുവെ സമൂഹത്തിന്റെ ആവശ്യം, നിലപാട്. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട്. വധശിക്ഷയ്ക്കെതിരെ ആഗോള വ്യാപകമായ ഒരു നിലപാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. യൂറോപ്പിൽ ഒരു രാജ്യത്തും വധശിക്ഷയില്ല. ഐക്യരാഷ്ട്ര സംഘടന വധശിക്ഷയ്ക്ക് എതിരാണ്. പക്ഷെ നമ്മുടെ ഇതിനു മുൻപുള്ള IPC-യിലും ഇപ്പോഴത്തെ ന്യായ സംഹിതയിലും പുതിയ നിയമത്തിലും വധശിക്ഷ ഉണ്ട്. പുതിയ നിയമത്തിൽ വധശിക്ഷയുടെ വ്യാപ്തി കുറെ കൂടി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് പലതരം കുറ്റങ്ങൾക്ക്. ഇന്ത്യൻ സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചത് റയറസ്റ്റ് ഓഫ് റയർ എന്നൊരു തത്വം ആവിഷ്കരിച്ചു. റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിയുന്നതും വധശിക്ഷ കൊടുക്കരുത് എന്ന് തന്നെയാണ്. സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു നിലപാടുള്ളപ്പോൾ തീർച്ചയായും ഈ ഒരു കേസ് വരുമ്പോൾ വധശിക്ഷ സ്റ്റേ ചെയ്യുക അത് സ്വാഭാവികമായ ഒന്ന് തന്നെയാണ്. അർത്ഥം വധശിക്ഷ റദ്ദാക്കുമെന്നോ അതിനെതിരായി നിലപാട് സ്വീകരിക്കുമോ എന്നല്ല. പക്ഷേ പൊതുവെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് എതിരായ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. അത് നമ്മെ എത്രമാത്രം വിഷമിച്ചാലും അതിനൊരു ആഗോളമാനത്തിൽ ഒക്കെയാണല്ലോ കോടതിക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയുക. അതുകൊണ്ട് നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃപരിശോധനയ്ക്ക്, അതായത് കേസ് നേരത്തെ ആളൂർ പ്രതികരിച്ചത് അങ്ങനെയാണ്, ആ കേസ് അന്വേഷണം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുനഃപരിശോധനയ്ക്കൊന്നും ലീഗലി ഉള്ള സാധ്യത ഉണ്ടാവില്ലല്ലോ അല്ലേ? അത്തരം പുനഃപരിശോധന ഈ ഘട്ടത്തിൽ നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സെഷൻസ് കോടതിയും ഹൈക്കോടതിയും കഴിഞ്ഞിട്ടാണല്ലോ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതി എനിക്ക് തോന്നുന്നു ഈ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു പരിമിതമായ പരിശോധനയായിരിക്കും നടത്താൻ പോകുന്നത്. ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന ശിക്ഷ അത് ശരിയാണോ, അത് അതേപടി നിലനിർത്തണമോ അല്ലെങ്കിൽ മാറ്റം വരുത്തണമോ എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും സുപ്രീം കോടതിയുടെ പരിശോധന ഉണ്ടാകാൻ പോകുന്നത്. വളരെ നന്ദി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൂടിയാണ് പ്രതികരിച്ചത്. സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേ ഉണ്ടാകുമ്പോൾ അത് ഉറ്റുനോക്കുന്നു, അതൊരു താൽക്കാലിക സ്റ്റേ ആണോ അതോ ഒരു വധശിക്ഷ തന്നെ റദ്ദാക്കുന്നതിന്റെ സൂചനയാണോ എന്നുള്ളത് എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? റൈറ്റ്. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വധശിക്ഷയുടെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അമീറുൽ ഇസ്ലാം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.